കുഴികളും ചില കുട്ടകളും ചില പെട്ടികൾ എന്നിവ ഒക്കെ വിഴുങ്ങി കണ്ടത് അശേഷവും ഉണ്ടിട്ടും പെത കൊണ്ട കൊണ്ട എന്ന് വിളിച്ചു കൊണ്ട കൊണ്ട എന്ന് വിളിച്ചു. ഒന്ന് വേഗമാകട്ടെ. കൊണ്ട കൊണ്ട എന്ന് വിളിച്ചു. അനുമതി താനും ഒരാതി മുഴുത്തു. മനമതിലോർത്തു അനുമതി അനുമതി ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ്സിലുള്ള കൊച്ചമ്മ കണ്ടുകൊണ്ട് വരും. അനുമതി താനും ഒരാതി മുഴുത്തു. മനമതിലോർത്തു അനുമതി. കാര്യായ വൈശ്രവണൻ ശിവവൈശ്വരനെ തിന്നേറി വിളിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു ചോദിക്കുന്നത്? ഒന്നും സംഭവിച്ചു. സംഹാരമൂർത്തിയായ ശിവവൈശ്വരൻ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷം. എന്താടാ കയ്യില്? അയ്യോ അങ്ങനെ ഞാൻ മറന്നുപോയി. ജീരവെള്ളം. ജീരവെള്ളമാണോ? എനിക്ക് ശാലം ജീരവെള്ളം വേണം. ഇതാ പുണ്ണി കൊച്ചമ്മയ്ക്ക് നല്ല ചൂടുള്ള ജീരവെള്ളം കിട്ടും. വേണ്ട വേണ്ട, എനിക്ക് ഇത് മതി. അയ്യോ കൊച്ചമ്മ എന്താടാ? എനിക്കും ഭാനുവിനും ബ്രാൻഡിയുടെ മണം പോലും ഇഷ്ടമില്ലാന്ന് ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെയായിരുന്നു ഉരുളയൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളെടുത്ത് ബ്രാൻഡി കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. എന്നാ ബിസ്കി കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയില്ലേ പറയുന്നത്? ഭാനുമതി, ഞാൻ നിന്നോട് രഹസ്യം പറയാം. ഈ ഡോക്ടർമാര് പറയുന്നത് മുഴുവൻ നമ്മൾ അനുസരിക്കാൻ തുടങ്ങിയാൽ വെറുതെ നമ്മളവരുടെ ശത്രുക്കളാവും. അത് ഉള്ളതാ. സൂക്കേടിൽ പിന്നെ ഡോക്ടർമാരെന്തിനാ? ഡോക്ടർമാര് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കും. ഉടനെ സൂക്കേട് വരും. വീണ്ടും നമ്മൾ ചികിത്സിക്കും. പിന്നെ സൂക്കേട് വരും. പിന്നെ അനുസരിക്കാതിരിക്കും. രോഗം വരും. പിന്നെ നമ്മൾ ചികിത്സിപ്പിക്കും. അതാ അതിന്റെ ഒരു പോക്ക്. എന്നാലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താട്ടെ. അയ്യോ, നേരായിട്ട് തരാൻ വേണ്ടി പറയാണോ? അയ്യോ, ചതിച്ചോ ദൈവനപ്പുരാനെ? അല്ലേ, ഈ രാത്രി ഇവളെന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? പരിശോധിച്ച് രാത്രിയും പരിശോധിക്കാൻ തുടങ്ങി. എന്റെ പൊന്ന് ഭാനു, ഒന്ന് പതുക്കെ പറ. ഒന്നുമില്ല, ഒരു ലേഡി ഡോക്ടർ അല്ലേ? അവൾ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ വെച്ചു. അയ്യോ അയ്യോ അയ്യോ, ലേഡി ഡോക്ടറല്ല, എനിക്ക് അറിയില്ല. അച്ഛന് മനസ്സിലായി? അയ്യോ, ഇത് നമ്മുടെ സേതുവല്ലേ? അപ്പൊ അച്ഛൻ മറന്നിട്ടില്ല. ഒരു ദിവസം വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് പോയതാണ്. അതോടെ പഠിത്തം നിന്നു. ഇപ്പോ ജോലി അന്വേഷിച്ച് നടക്കുക. മിടുക്കൻ, മിടുമിടുക്കൻ. നീ ഇപ്പോഴും MA പഠിച്ചോണ്ട് നടക്കുന്നു. മണ്ടൻ, മരമണ്ടൻ. ഇവനെ കൂടെ ഇവിടെ താമസിപ്പിച്ചോട്ടെ അച്ഛാ. പിന്നെന്താ, 100 പേർക്ക് താമസിക്കാനുള്ള ഇടം ഈ വീട്ടിലില്ലേ? ചുമ്മാ താമസിച്ചോട്ടെ. ശ്രീരാമലക്ഷ്മണന്മാരെ പോലെ പ്രസവിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണം. അല്ല, ഭാനുവിന് എന്ത് തോന്നുന്നു? ഓ, തോന്നുന്നതൊക്കെ പറയാനൊക്കൂ. ഞാൻ 2ാം അമ്മയായിപ്പോയി. അതിലർത്ഥമൊന്നുമില്ല. വിചാരിച്ചാൽ നീ ഒന്നുകൂടെ പ്രസവിക്കാവേ. ഞാൻ അതല്ല പറയുന്നത്. സേതു ജഗദീശന്റെ കൂട്ടുകാരനാണ്. അതിന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്നുണ്ടോ? അതെ, കൂട്ടുകാരും ജോലി അന്വേഷിച്ച് നടക്കുന്നവരും പലരും കാണും. അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമെന്ന് വെച്ചാൽ? അല്ല, പറഞ്ഞ പോലെ ശരിയാണല്ലോ. പഴയ പോകുന്നവരൊക്കെ കയറി ഇവിടെ താമസിപ്പിക്കുന്നത് സത്രമാണോ? നിങ്ങളുടെ നേരത്തെ പറയാത്ത കുട്ടികൾ 2ാം പറഞ്ഞ കുറ്റമല്ലേ? ആ വേലക്കാരൻ പറഞ്ഞ തെറ്റൻ. നമ്മുടെ മറിയാതെ ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞാണ്ടല്ലോ. നന്ദി പറഞ്ഞ അറിയേണ്ടതാണ് നമ്മുടെ ബന്ധം. എന്നാലും ഞാൻ പണക്കാരനായ ഒരു പിതാവിന്റെ മകൻ, ആവശ്യത്തിലേറെ സ്വത്ത്. നമ്മൾ കോളേജിൽ സഹോദരന്മാരെ പോലെ കളിച്ചു വളർന്നത്. അപ്പൊ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ? ഈ വീട് നിന്റെതാണ്. നിറഞ്ഞടയാണല്ലോ കുഞ്ഞേ. ഒരു നല്ല കാലം വരാൻ പോകുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ കുഞ്ഞേ. ഇപ്പൊ പിന്നെ നല്ല കാലമല്ലേ? അതിലും വലിയ ഒരു നല്ല കാലം വരാൻ പോകുന്നുണ്ടല്ലോ കുഞ്ഞേ. അതിനുള്ള രേഖകളെല്ലാം തെളിഞ്ഞിരിക്കുന്നല്ലോ കുഞ്ഞേ. എന്നല്ല അതങ്ങോട്ട് പറഞ്ഞൂടെ? പിന്നെ പണം വേണം. പണം പണം വാങ്ങിക്കാതെ ഗുണം പറഞ്ഞുകൂടെന്നാണ് പ്രമാണം. 4 4ണയോ? നടന്നത് മാത്രമേ പറയാനൊക്കൂ കുഞ്ഞേ. നടക്കുന്നതും നടക്കാൻ പോകുന്നതും പറയണമെങ്കിൽ കുറച്ച് ചെലവുണ്ട് കുഞ്ഞേ. പിന്നെ പണം മുടക്കി പഠിച്ചതാ. രൂപ 1 തരണം. ഇങ്ങനെ ഒരു കൊതിച്ച്. ഇന്നാ 1 രൂപ. ഇപ്പൊ 1.25 രൂപയെ. ഇനി പറഞ്ഞുകൂടെ?
ആയുർരേഖയ്ക്ക് അന്തമില്ല, വിദ്യാരേഖ വിളങ്ങി നിൽക്കുന്നു, ധനരേഖ ദുടിം ദുടിം എന്ന് വെച്ചാൽ ധനരേഖ തുടിച്ചു നിൽക്കുന്നു എന്നർത്ഥം. ഗംഭീരം. എന്നാലും കൈക്കകത്തൊരു കലക്കൽ കാണുന്നുണ്ടല്ലോ. കലക്കലോ? ആ, മുഖത്തുകൊണ്ടാ കലക്കൽ. കലക്കൽ കയ്യിലുണ്ടെങ്കിൽ കലക്ടർ താലി കെട്ടണം. കെട്ടണമെന്ന് പറഞ്ഞാൽ കെട്ടിത്തന്നെ തീരണം എന്നർത്ഥം. കലക്ടറാണ് കുഞ്ഞെ കണവൻ. അതിപ്പോ നീ എന്റെ സ്റ്റാറ്റസ് വെച്ച് പറയുന്നതല്ലേ? ഇതാ നോക്ക്, എന്റെ കയ്യിലുണ്ട് ഒരു കലക്ടർ രേഖ. എന്നെയും ഒരു കലക്ടർ തന്നെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. ദുരാഗ്രഹത്തിന് ഒരു അതിര് വേണം. എന്തു എന്നെ ഒരു കളക്ടർ കല്യാണം കഴിക്കുമ്പോ എന്നെയും ഒരു കളക്ടർ തന്നെ കല്യാണം കഴിക്കണം. വേണമെങ്കിൽ ഒരു തഹസിൽദാർ വരെ ആയിക്കോട്ടെ. ഈ കിടക്കുന്ന തഹസിൽദാർ അല്ല, ഇത് കളക്ടർ തന്നെയാ. ബിൽ കളക്ടർ. ഞാൻ കോളേജിൽ പോയിട്ട് വരാം. മടങ്ങി വരുന്നവരെ നീ ഇവിടെ ഇരുന്നു, ചായയും കാപ്പിക്കും ഇവിടെ ഇരുന്നു. എന്താ വല്ലാതായ? ഓ, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതായിരിക്കും. എന്നാ ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ വേണം, നീ കോളേജിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം, എന്നിട്ട് IAS എഴുതി നീ ഒരു കളക്ടറാകണം. അതെന്താ കളക്ടർ തന്നെയാണോ നിർബന്ധം? ഒരു കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കളക്ടറാകണമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്താ ആ ഉദ്യോഗത്തോടെ അമ്മയ്ക്ക് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം? എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ അമ്മ ഒരു കളക്ടറുടെ വീട്ടിൽ വേലക്കാരിയായിരുന്നു. കളക്ടർ ദിവസവും കാറിൽ വരുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം കളക്ടറുടെ ഡ്രൈവറുടെ തൊപ്പിയെടുത്ത് ഞാൻ തലയിൽ വെച്ചു. അയാൾ വന്ന് എന്റെ കരണക്കുറ്റി നോക്കി അടിച്ചു. എന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ വളർന്ന് വളർന്ന് ഒരു കളക്ടറുടെ ഡ്രൈവറാകുമെന്ന്. പക്ഷേ അമ്മ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ, നീ വളർന്ന് വളർന്ന് ഒരു കളക്ടറാകണമെന്ന്. ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അന്ന് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു അത്. അമ്മ ആഗ്രഹം കൊണ്ട് പണ്ടേ പോയി. ഇന്ന് ഞാനുണ്ട്, പക്ഷെ ആഗ്രഹമില്ല. എന്തുകൊണ്ടില്ല? ആഗ്രഹങ്ങൾക്കും ഒരു അതിരില്ലേ ജഗതി? ഇല്ലടാ, നീയും നിന്റെ അമ്മയും ആഗ്രഹിച്ചതേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? നിന്നെ ഒരു കളക്ടറാക്കുമെന്ന്. ഈ BA പോലും പാസ്സാകാത്ത എന്നെ നിന്നെ ഞാൻ പ്രൈവറ്റായി പഠിച്ചു. നീ IAS എടുക്കും. കളക്ടർ ജഗദീഷ്, എല്ലാം ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യും. നീ പഠിത്തം തുടരുകയാണ്. ജഗദീഷ്, എനിക്ക് സമയമായി. ഞാൻ പോട്ടെ. ഒഴിക്കണേ. ഞാൻ സോഡ എടുക്കാൻ പോയിരുന്ന. നിന്റെ സോഡ പോടെ ഒഴിക്കണേ. ഇപ്പൊ എല്ലാം മായമാണ്. ഇത് ഒറിജിനലാണോ നോക്കരുത്. എടാ, മദ്യം മോഷ്ടിച്ചു കുടിക്കരുത്. എടാ, മദ്യം മാത്രം മോഷ്ടിച്ചു കുടിക്കരുത്. മദ്യത്തിന് മുമ്പിൽ മുതലാളിയും തൊഴിലാളിയും ഇല്ല. എല്ലാം തിരിസമത്വം. കുടിയടാ അയ്യോ കുടിയടാ. ഒഴിയടാ കുടിയടാ. അങ്ങനെ കുടിയടാ. ഇനി ഒഴിയടാ. കുടിയടാ. ഇനി കുടിച്ചാൽ ഞാൻ കവിട്ടും. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. ഞാൻ ചവിട്ടും. പുള്ളി
നീ ഒരു പാട്ട് പാടി എന്നെ രസിപ്പിക്കണ. ഞാൻ കൊച്ചമ്മ വിളിച്ചിട്ടുണ്ട്. കൊച്ചമ്മ ഇന്നിനി ഇങ്ങോട്ട് വരില്ല. അവൾ ഔട്ട്. മുറിക്കകത്ത് കയറില്ല. അവിടെ എന്തോ പാട്ട് പാടി എന്നെ രസിപ്പിക്കണ. തങ്ക കൊടവേ എന്തൊരു തൊന്തരം. ഇതെന്തൊരു തൊന്തരമാണിത് കേള്. അരഞ്ഞാലും പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അലാകാത്തോന്നി ഉള്ളായെന്നും എടാ പുണ്ണി, ആ പുണ്ണി എഴുന്നേറ്റാ. പാവം പാടി ക്ഷണിച്ചു. കണ്ണു ഉറക്കാൻ വയ്യ. കണ്ണു ഉറക്കണം. നീ കട്ടിൽ കിടക്കണം. അയ്യോ വേണ്ട. അങ്ങനെ മുതലാളിയും തൊഴിലാളിയും വ്യത്യാസമൊന്നുമില്ല. വേണ്ട അങ്ങനെ ഞാൻ പുറത്തു പോയി കിടന്നു. ഇല്ല, നീ ഈ കട്ടിൽ കയറി കിടന്നു. വേണ്ട അങ്ങനെ. എനിക്ക് തണുക്കുന്നത് പറഞ്ഞ ഇതെല്ലാം എന്നെ കൊണ്ട് ഇടിപ്പിച്ച് എന്റെ മുണ്ട് വായിച്ചെടുത്തിട്ട് കട്ടിലെ കയറ്റി കിടത്തി. ആരും ഞാനോ? ഞാൻ വെളിയിൽ കിടന്നോളാന്ന് പറഞ്ഞ് സമ്മതിക്കാതെ മുതലാളിയും തൊഴിലാളിയും വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് എന്നെ കട്ടിലെ കയറ്റി കിടത്തിട്ട് ദേ ഇപ്പൊ എടുത്തിട്ട് ഇരിക്കുന്നത്. നേരാണോ പുണ്ണി? പിന്നെ നേരല്ലേ. ഏമാന്റെ കള്ള് കയറുമ്പോ സ്റ്റാറ്റസ് ഇറങ്ങും, കള്ളിറങ്ങുമ്പോ സ്റ്റാറ്റസ് കയറും. സ്റ്റാറ്റസിന്റെയും കള്ളിന്റെ ഇടയ്ക്ക് ഇടി കൊള്ളാൻ ഞാനും. ഇതെന്തൊരു കഷ്ടമാണ്. ഇതെല്ലാം എന്റെ മദ്യപാനം കൊണ്ട് വന്നതാ പുണ്ണി. പുള്ളി ഇനി എന്റെ ആയത്തിൽ ഞാൻ മദ്യപിക്കില്ല. സത്യം സത്യം. അതെ അതെ, ഇതുപോലെ എത്ര സത്യം ഞാൻ കേട്ടിരിക്കുന്നു. എന്തായാലും രണ്ടളവ് ഞാൻ കഴിക്കട്ടെ. എനിക്ക് തലവേദന എടുത്തിട്ട് പോയി. അയ്യോ, കണ്ടിട്ട് സഹിക്കുന്നില്ല പുണ്ണി ഒരളവ് എനിക്ക്. കേട്ടോ, ഇതോടെ ഞാൻ നിർത്തിക്കാം. സോഡ ഇറക്കണ്ട.